ഇതിൽ 300 നമ്മൾ റോസും ജ്യൂസും ഉണ്ട് ടവറും ഉണ്ട് ഒക്കെ 300. ഇത് പടരുന്നോണല്ലേ? അതെ, ഇതാ തന്നെ ഇരിക്കുന്നത്. ആ നമ്മൾ ഉമ്മർച്ചാമ്പ പിന്നെയും ഫ്ലവർ വരുന്നതാ കണ്ടില്ലേ. ഇതിന്റെ ചെറിയ തൈയുണ്ട്, ഒറിജിനൽ തൈ തന്നെ 200 രൂപ മുതൽ കേട്ടോ. ഇതാണ് എഡോ സ്റ്റാർ, നല്ല വലുപ്പമുള്ള ഇതാണ്ട്. കൊല വലുപ്പം കണ്ടില്ലേ, 1 കിലോ പോലെ ഉണ്ടാവും ഈ സാധനം. ഒരു കൊല തന്നെ ഉണ്ടോ. 500 റുപ്യ ഉള്ളൂ ചെറിയ തൈ. 1 വർഷം കഴിഞ്ഞാൽ കായ്ക്കും ചെയ്യും. നമ്മളെ ഗോൾഡൻ പപ്പായ റെഡ് ലൈനിന്റെ അത്ര മെച്ചം കിട്ടൂല കേട്ടോ. അത് വലിയ ഓർണമെന്റൽ ആണ്. അതെ, അത്ര തന്നെ ഉള്ളൂ. നല്ല രസമായിട്ട് കാഴ്ച ജ്യൂസ് അടിക്കാൻ നല്ലത്, വേറെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ലത്. പിന്നെ നല്ല സീറ്റ് ട്യൂബി കണ്ടില്ല, നല്ല സൂപ്പർ സീറ്റ് ട്യൂബി 1200 റുപ്യ ഉള്ളൂ. നല്ല ഐശ്വര്യ കേട്ടോ. അത് ഐശ്വര്യ ഉമർലൂബി എന്ന് പറഞ്ഞ സാധനം. നല്ല വലിയ കായുള്ള മരമുന്തിരി ഇതാ ഒക്കെ നല്ല നല്ല ഫ്ലവർ ഉള്ള നല്ല റെഡ് ഹൈബ്രിഡ്. നല്ല വലിപ്പമുണ്ടല്ലോ. നല്ല വലിപ്പം വരും. റെഡ് ഹൈബ്രിഡ് എന്താ വെച്ചാൽ എല്ലാ ടൈമും ഉണ്ടാവും. എങ്ങനെയാണെന്ന് പറ. ആണ് മരമുന്തിരി. മുന്തിരി തന്നെയല്ലേ? നല്ല പാകമായിട്ടുണ്ടാണ് ആ മധുരം. പറിക്കാനൊക്കെ കുറേ ഇഷ്ടംപോലെ തയ്യാറുണ്ട് ഇവിടെ. റോബസ്റ്റ് നമ്മൾ ജീന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ആദ്യം 3-ാം കൊലയാണ് ഇത്. ഒന്ന് കൊലിച്ച് പിന്നെ കൊലിച്ച് നല്ല ഇതാവും, വലിപ്പം വരും. ഇത് നമ്മളെ ഹിമാബസന്താണ്, നമ്മൾ ഇന്ത്യൻ്റെ ഏറ്റവും നല്ല മാങ്ങയായിട്ട് വരുന്നത്. ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള കൊടുക്കാനുള്ളത് തന്നെ, കൊടുക്കാനുള്ളത് തന്നെ. ഇലയില്ല, ഫുള്ള് ഫ്ലവറൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ ബ്ലൂ ജാവ കളറായത്. ബ്ലൂ ജാവ മഞ്ഞ ജാവ അല്ല ഇത് ബ്ലൂ ജാവ പറഞ്ഞാല് ഇത് നീല കളറൊന്നും വന്നിട്ടില്ല. പക്ഷെ പായപ്പം നമ്മൾ മിഞ്ഞാന്ന് വെട്ടിയാണ്. ഒരു ദിവസം കൊണ്ട് ശരിക്ക് ഫുള്ള് കളറായി, ഫുള്ള് പൊത്തിട്ടുണ്ട്. പക്ഷെ നീല കളറൊന്നും അല്ല, ബ്ലൂ ജാവ എന്ന് പേരുകൊണ്ടേ ഉള്ളൂ. തോലി നമ്മള് തിന്ന് കഴിഞ്ഞിട്ട് തോലി എങ്ങനെയുണ്ട്? അത് കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ചിലവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് വലിയ സംഭവം തോന്നുന്നില്ല. പക്ഷെ നമ്മള് വാങ്ങുമ്പോ അന്ന് 2000 റുപ്യക്ക് വാങ്ങിയതാണ് തൈ. ഇനിയിപ്പോ നമ്മൾക്ക് 1000 കീപ്പിട്ടൊക്കെ 1000-നൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചുള്ളത്. പൈനാപ്പിൾ എന്തായാലും 2 ചില്ലറ തൂക്കം വരും. 2 കിലോന്റെ മുകളിലായിട്ട് തൂക്കം വരും ചെയ്യും. നല്ല പച്ചീത നല്ല മധുരം വരും. നല്ല മധുരം വരുന്ന വായക്കുളം പൈനാപ്പിൾ എന്ന സാധനമാണ്. ഇത് 1-ാം വർഷ കാനി എന്ന് അതിന് പറയാം. 1-ാം വർഷ കാനി അതാണ് ഏറ്റവും നല്ലത്. കാനി എടുക്കണേൽ ഒരു 6 മാസം കൊണ്ട് ഇതാവും. ഇത് 400 ഉള്ളൂ. നമസ്കാരം, ഞാൻ മലപ്പുറത്ത് പഴമല്ലൂരാണ്. NP ലിയ ഗാർഡൻ, നൗഷാദ് കാട. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ലൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കറക്റ്റ് സ്ഥലം പറഞ്ഞേക്കത് ഇത് നമ്മൾ പഴമല്ലൂർ എന്നാൽ നമ്മൾ ശരിക്ക് ഏറ്റവും സുഖം ചെറുകുളമ്പ് സ്കൂൾ പടി IKT സ്കൂൾ. ചെറുകുളമ്പ് സ്കൂൾ IKT ആ വലിയ IKT സ്കൂൾ ചോദിച്ചാൽ അവിടെ നിന്ന് 800 മീറ്റർ. അവിടെ നിന്ന് മൊത്തം ഇതേമാരത്തെ ബോർഡുകളുണ്ട്. അപ്പോൾ കണ്ടു ബോർഡ് കാണും. പിന്നെ ഇതിൽ നമ്പറും ഉണ്ട്, 80 89 44 26 80. ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടെ നിന്നാണ് തുടങ്ങാം. ഇതെന്താ നമ്മൾ തായ്ക്കിങ് ഞാവള് വലിയ കായ പിടിച്ചതൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയതാണ്. ഇതാ നല്ല വലുത്, ഇത്രയും വലുത് 800 ഉള്ളൂ കേട്ടോ തായ്ക്കിങ് ഒക്കെ. ഫ്ലവറും നല്ല വലിയ വലിപ്പം കറുത്ത ഞാവള് തായ്ക്കിങ്. ഇനി വൈറ്റ് വേണ്ടവർക്ക് വൈറ്റ് നല്ല വലുത് 400 ഉള്ളൂ, നല്ല വലുത്. ഇത് ഇപ്പുറത്തിരിക്കുന്ന ഫുള്ള് ഫ്ലവർ അത് വൈറ്റ് തന്നെ, വൈറ്റ് ഞാവലല്ലേ? ഇത് കൊടുക്കാനുള്ളതാണോ? അത് കൊടുക്കാനുള്ള തന്നെ. ഓക്കെ, ഒരു ഇലടേക്കോളം കൂടുതൽ ഫ്ലവറാണ് അതിൽ. അതൊക്കെ ഇവിടെ വൈറ്റ് ഞാവള് ഇതൊക്കെ ഫ്ലവർ. ശരിക്കും ഈ ബ്ലാക്കിൽ തായ്ക്കിങ് ഞാവലാണ് കൂടുതൽ ആൾക്കാർ. നല്ല മധുരം, നല്ല മധുരമാണ് തായ്ക്കിങ്. ഓക്കെ, ഫ്ലവറുള്ള തൈ നമ്മളത് ഇവിടുന്ന് സ്റ്റാർട്ടിങ് ആണ്. ഇവിടുന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ഫുള്ള് റോഡ് സൈഡും അങ്ങനെ ഒന്നായിട്ട് ഉള്ള സ്ഥലമൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വെച്ചൊക്കെയാണ്. നമ്മളെ ഇൻഡസ്ട്രി കുള്ളനാണ്. ഇത് വലുത് ഇത് എവിൻ്റെ ആണ്. ഇതിൽ ചെറുത് വേണ്ട 30-ൻ്റെ 20-ൻ്റെ ഉണ്ട് വലുപ്പത്തിന് സാധനം ഉണ്ട്. പിന്നെ ഒരു ഇൻഡോർ ഫാം നമ്മളെ ഇത് ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ട് വെക്കാൻ പറ്റിയ 100 റുപ്യ. ഇതൊക്കെ നിങ്ങൾക്ക് റീറ്റെയിൽ ഉണ്ട്, ഹോൾസെയിൽ ഉണ്ട്? ഹോൾസെയിൽ ഉണ്ട്, രണ്ടും ഉണ്ടല്ലോ. വൈറ്റ് ഉണ്ട്, ഫുള്ള് വൈറ്റ് ഫ്ലവർ. ഇതാണ്ട് ഫുള്ള് വൈറ്റും ബ്ലാക്കും ഒക്കെ ഫുള്ള് ഫ്ലവറാ. ഞാവളിന് എന്താ വെച്ചാൽ നല്ല വെയിലുമാണ്. ഇത് ഇൻഡസ്ട്രി മംഗളം തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഇൻഡസ്ട്രി മംഗളം. ഇത് പച്ച മോഹിത് നഗർ കേട്ടോ, മോഹിത് നഗർ. പിന്നെ നമ്മളെ എത്ര നാളുകൊണ്ട് കായ്ക്കും? മോഹിത് നഗർ 4 കൊല്ലം, മറ്റേ 2.5 കൊല്ലം. ഇവിടുന്ന് വന്നാൽ നമ്മൾ കോട്ടൂർകോണൊക്കെ 700 നല്ല പൂട്ടല്ല നല്ല സൈസ് ഉണ്ട് 700. പിന്നെ കുളമ്പ് വലിയ കുളമ്പ, അത് കുളമ്പൊക്കെ എല്ലാം വാങ്ങ ഇതായതുണ്ട്. പൂട്ട് വലിയ വലിയ സൈസായിട്ട് ഇങ്ങനെ ആയതുണ്ട്.
ഇത് പുലാസാനാണോ പുലാസാനൊക്കെ നല്ല നമുക്ക് നല്ല ഫ്ലവർ നല്ല സൈസ് ഇത് ഏതാ പുലാസൻ തന്നെ ആ നല്ല 1200 നല്ല ഫ്ലവർ ഉള്ളത് ഇത് കുളമ്പ് ഫ്ലവർ ഉള്ളത്. ഇതൊക്കെ വലിയ മാവുള്ള 8 അടി 10 അടിയൊക്കെ ഉണ്ട്. 10 അടിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ സീറ്റ് രൂപയാണിത് എന്നാറിന്റെ സീറ്റ് രൂപി. ഇത് നിറയെ പൂവുള്ളത് കായുള്ള ഫ്ലവർ ആയതിനെ കായ പിടിച്ചുകൊണ്ട്. എന്നാറിന്റെ സീറ്റ് ലൂബിയാണ് ചെറിയ ലൂബി. ഇതിന്റെ വലുത് വേണ്ട അതിൻ്റെയും വലുതുണ്ട്. ഇതേതാ ചാമ്പ് നമ്മളെ ബാലി ദൽഹരി ഒക്കെ 250 കേട്ടോ. ബാലി ദൽഹരി ഉമ്മർ ആയിട്ടൊക്കെ 250. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതൊക്കെ ഗാർഡനിൽ ഈ ഭാഗം ഇങ്ങനെ നമ്മളിങ്ങനെ ഗാർഡൻ പ്ലാന്റ്സ് ആണ്. തയ്യത് തൈത്തങ്ങ് ഇത് നമ്മളെ ഇത് കുറ്റിയാടി. ഇത് കുറ്റിയാടിയാണ് 125ന്റെ കുറ്റിയാടി. ഇത് തന്നെ ഇവിടെ ഡീൻ്റെ വേറെ ഉണ്ട്. പിന്നെ അങ്ങനെ വന്നാൽ ഇത് നമ്മളെ ജാതി ഐറ്റംസ്. ഇത് പ്ലാവ് വിയറ്റ്നാം. ഓക്കെ. പിന്നെ കിളിഞ്ഞാവള് നമ്മളെ 50 റുപ്യൻ്റെ കിളിഞ്ഞാവള്. കിളികൾക്കായിട്ടുള്ളതിനുള്ള നമുക്ക് കഴിക്കാൻ നമുക്കൊന്നും ഉണ്ടാവില്ല. ഇതോ ഈ തയ്യോ ഇരിക്കണത് ഇത് കുറ്റിയാടി തന്നെ. അതല്ലേ. പിന്നെ നമ്മളെ ജാതിയിൽ നല്ല വെറൈറ്റി. ഇത് മറ്റേ കുടംപുളിയാണോ? ഇല്ല, അത് കുടംപുളി. ബഡ് 250 റുപ്യ ഉള്ളൂ. ഇതിന് ചെറുത് 200 ഉണ്ട്, 300 ഉണ്ട്. നമ്മള് നല്ല അടിപൊളി ജാതി ഇട്ടത്. ജാതി പറഞ്ഞാൽ നമ്മളെ എന്താണ് പറയാ, ഗോൾഡൻ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഗോൾഡൻ ജാതി ഭയങ്കര വലിപ്പുണ്ടോ? കായല്ല കായ പിടുത്തമാണ്. അതൊക്കെ ബെഡ്. ഇത് കുറച്ച് വില ഉണ്ട്, ആയിട്ടില്ലാണ്ട്. ഇതിന്റെ ചെറിയ തൈ തന്നെ 500 ഉണ്ട്. ഒരു ഓഫർ ഇട്ട് കണ്ട് നമ്മൾ 450 കൊടുക്കുന്നുണ്ട്. ഗോൾഡന്റെ അത് റോബസ്റ്റ് നമ്മൾ ജീന എന്ന് പറഞ്ഞ കഴിഞ്ഞു. ആദ്യം 3-ാം കൊലയാണ് ഇത്. ഒന്ന് കൊലിച്ച് പിന്നെ കൊലിച്ച് നല്ല ഇതാവും വലിപ്പം. അതൊക്കെ ഇതായി 3-ാം കൊലയാണ്. ഒന്ന് കൊലിച്ച് പിന്നെയും വളമൊന്നും ഇല്ലാതെ അങ്ങനെ വെട്ടി പിന്നെയും കൊലിച്ച് അങ്ങനെ ആയതാണ്. അതുകൊണ്ടാണ് ചെറിയ കൊല. മാംഗോസിനൊക്കെ പുതിയ സ്റ്റോക്ക് എല്ലാം വന്നിട്ടുണ്ട്. വലുതും ചെറുതൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇത് എന്താ പറയാ, ഇവിടെ ക്ലോസ് ചെയ്തല്ലേ? ഓക്കെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. നേരത്തെ അവിടെ ഒരു വഴി ഉണ്ടായിരുന്നല്ലോ. അത് ഇതിലുണ്ട് വഴി ഇങ്ങനെ ഉണ്ട്. ഇവിടുന്നൊക്കെ അങ്ങോട്ട് ഉണ്ട്. നമുക്ക് അബിയും ഇതൊക്കെ ഒന്ന് കാട്ടണേ, റംബുട്ടാനൊക്കെ കാട്ടണേൽ. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയുള്ളത്? ഇതിൽ റംബുട്ടാൻ ഐറ്റംസ്. റംബുട്ടാനൊക്കെ നല്ല പൂട്ടല്ല അല്ല ചെറിയ ചെറിയ കായ പിടിച്ചൊക്കെ ഉണ്ട്. വലുതുണ്ട് 1500. അതിൽ തന്നെ ഈ വർഷം തന്നെ പൂടുണ്ട്. ആ സൈസ് 1200 ഉണ്ട്. നമുക്ക് അവിടെ ശരിക്ക് കാണിക്കാൻ പുതിയ വന്നത്. പിന്നെ ഇതിലിങ്ങനെ ചെറുത് ഇവിടെ ഈ ഏരിയയൊക്കെ ഫുള്ള് റംബുട്ടാനാണ്. റംബുട്ടാൻ സീസർ, N80, 35. ഈ സൈസൊക്കെ 500 വരുള്ളൂ. നല്ല അടുത്ത വർഷം കഴിക്കാൻ നല്ല നല്ല പ്ലാന്റുകൾ 500 റുപ്യക്ക് N80. പിന്നെ ഇതിലെങ്ങനെ വന്നാൽ അത് ഇവിടെ ഫുള്ള് റംബുട്ടാൻ്റെ ഏരിയയാണ്. റംബുട്ടാൻ അങ്ങനത്തെ ഒക്കെ. ഇവിടെ ഈ മാവുകൾ ചെറുത് അത് നമ്മളെ ബനാന ഉണ്ട്. 100 റുപ്യേൻ്റെ ബനാന മിയാസാക്കി. ഇതുണ്ട് റംബുട്ടാൻ നല്ല നല്ല സൈസ് 500 റുപ്യക്ക്. അടുത്ത വർഷം കായ്ക്കൂട്ട് കേട്ടോ. അടുത്ത വർഷം കായ പിടിക്കുന്നതാണ് ആ സൈസ്. അത് നമ്മളെ തായ് ജംബോ സപ്പോട്ട. പിന്നെ ഇതൊക്കെ കുറച്ച് ക്ഷീണം പറ്റിയിട്ടുണ്ട്. കോട്ടയം വന്നാണ്, ഇന്നലെ വന്ന സാധനമാണ്. ഇതിലെ പോലെ ഇതെന്താ വേപ്പാണത്? അല്ല, മരമുല്ല. മരമുല്ല ഇപ്പൊ ഫ്ലവർ ചെയ്യുന്ന സമയമുള്ളത്. മരമുല്ല ഫ്ലവർ ഉണ്ട്. ഫ്ലവർ ഉണ്ടായിരുന്നു നിറയെ പൂക്കുന്ന ചെടിയില്ല. മൊട്ട് ഇങ്ങനെ. ഇതൊക്കെ എന്ത് വില ഉണ്ട് ഇവിടെ? ഇത് 250 റുപ്യ. ഇനി ഇവിടെ എത്തി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ? ഇങ്ങനെ നമ്മൾ വന്നാൽ നമ്മൾ മാൻഡറിൻ ഓറഞ്ച്. മാൻഡറിൻ നമ്മളൊന്നും റിസൾട്ട് ആവണില്ല കേട്ടോ. അതാണ് പലരും പറയണ്ട് ഈ ഓറഞ്ച് വെറൈറ്റീസ് ഒക്കെ. നമ്മളെ മുസംബി ഓക്കെ, വിയറ്റ്നാം മുസംബി, ഇന്ത്യ മുസംബി, അത് രണ്ടും കായ്ക്കുന്നുണ്ട്. ഈ മാൻഡറിൻ വെറൈറ്റി, അതായത് മാൻഡറിനൊന്നും നമ്മുടെ കായ്ക്കണില്ല. അതിന് ചെറിയ നല്ല തണുപ്പ് വേണം, ചൂട് പ്രശ്നമാണ്. ഇതൊക്കെ തന്നെയാണ് ഓറഞ്ച്. ഇത് കമലയാണ്. മുസംബി ഓക്കെയാണ്. ഇന്ത്യ മുസംബി, വിയറ്റ്നാം മുസംബി ഒക്കെ പറഞ്ഞില്ലേ, ഒക്കെ എല്ലാതും നമ്മൾ കൊടുത്ത എല്ലാതും കണ്ടില്ലേ, ഒക്കെ 200 വെച്ചാൽ 100 വെച്ചാലും ഒക്കെ അറച്ച് കായ പിടിക്കുക എല്ലായിടത്തും. കാരണം മുസംബി ആ സ്ഥാനത്ത് ഓറഞ്ചുകൾ പോരാ. ഓറഞ്ച് റിസൾട്ട് ആവണുള്ളൂ. ഇവിടെ പേരയുടെ കുറച്ചിട്ടല്ലോ. ജപ്പാന് L49 ഒക്കെ, ജപ്പാന് 200. അതേമാതിരി L49 ഇത് 50 റുപ്യ ഉള്ളൂ. L49 നനക്കുന്ന ടൈം ആയിക്കണ. അതാണ് വെയിലുണ്ട്. ചെറിയ വില ഉള്ളൂ.
ഈ ജപ്പാൻ പേരെ കായ പിടിക്കില്ല എന്നൊരു പറയും പരാതി ഉണ്ടല്ലോ. ജപ്പാൻ പേര ഒന്ന് മരം മൂപ്പണം, മരം ഒന്നും മൂപ്പായാൽ ശരിക്ക് കായ പിടിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെയൊക്കെ ഗാർഡനിലെ ചെടികളൊക്കെ ആ യൂജീനി ഐറ്റംസ്, പിന്നെ തെച്ചി, ചെമ്പരത്തി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. ഇതൊക്കെ ഒരു 50-100 രൂപയുടെ ഒക്കെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ റോസ് ഉണ്ട് കുറച്ച്. പിന്നെ നാരകം. ഇത് നാരങ്ങയാണത് ഇരിക്കണത്. ബുഷ് ഓറഞ്ച് വെള്ളം കളിക്കാനേ പറ്റുള്ളൂ. 100 രൂപ പുളിയുള്ള ബുഷ് ഓറഞ്ച് ഇല്ലേ. പിന്നെ വിയറ്റ്നാം സൂപ്പർ എല്ലിയുടെ പല വലിപ്പത്തിലുള്ളത്, പല വലിപ്പത്തിൽ 100 രൂപ മുതൽ നല്ല തയ്യാണ്ട് 100, 300. J33 നല്ലത്. J33 സൂപ്പർ സാധനം. എന്തുണ്ട് ഉണ്ടല്ലേ, അതിന്റെ ബുഷ് കണ്ടില്ലേ, നല്ല സാധനം. 800 രൂപ. ശരി ശരി. നല്ല ബുഷായിട്ട് നല്ല. J33 സമയം എടുക്കുന്നുള്ളൂ, 3 കൊല്ലം എടുക്കും. 2 കൊല്ലം കഴിയും. വിയറ്റ്നാമിന്റെ അത്രയും കുറച്ച് വലുതാവുമ്പോ വലുതാവുമ്പോ മാറ്റം വരും. ചെറുത് ഇതെന്താ മാവുകള്? മാവ് നമ്മൾ നാംഡോക്കുമായി എല്ലാ തായ്ലാൻഡ് വെറൈറ്റി എല്ലാം ഉണ്ട്. 100 ചില്ലാൻ വെറൈറ്റി ഉണ്ട് മാവ്. N80 റംബൂട്ടാന് ഫുള്ള് ഫ്ലവർ ചെയ്ത് കുറച്ചൊക്കെ പോയി ഇതിന്ന്. ഇത് കുറച്ച് വിലയുണ്ട്, 1500 ഉണ്ട്. വലിയ തയ്യാണ്, നല്ല തയ്യാണ്, സൂപ്പർ തയ്യണ്ടില്ലേ, നല്ല ബുഷായ ഫുള്ള് ഫ്ലവറാ, ഫുള്ള് നല്ല സാധനം, കോട്ടയം സാധനം, നല്ല സാധനം. 80 അതെ. പേര് തായ് 5 ആണ്. തായ് 5 150 രൂപ. തായ് 5 കായ പിടിക്കണ വെറൈറ്റി, നല്ല കായ പിടിച്ച വലിപ്പമുള്ള വെറൈറ്റി. തായ് 5 എന്ന വെറൈറ്റിയാണ്. പിന്നെ നമ്മളെ വലിയ അബിയുണ്ട്, 1200 പൂട്ട അബിയുണ്ട്. ഇത് എന്താ അബിയാണത്? ജയിന്റ്. ഇത് ഓൾറെഡി കായ്ച്ചല്ലേ കഴിഞ്ഞ? അത് കഴിഞ്ഞ ഇപ്രാവശ്യം കായ ഉണ്ടായിട്ട് തന്നെയാണ്. പൈനാപ്പിള് 400, വാഴക്കുളം പൈനാപ്പിൾ 400. അതാ R2 നല്ല ബെഡ് ഇല്ലേ, നല്ല ബുഷ, നല്ല ബെഡ്. നാംഡോക്കി അതേമാതിരി നല്ല ബെഡുകളുണ്ട്. ഇതാ ഈ ഫ്ലവർ ചെയ്ത് കോട്ടൂർകോണം ഉണ്ട്. പിന്നെ ഇങ്ങനെ കാലാപ്പാടി എല്ലാം ഉണ്ടല്ലേ. ഇവിടെ വലിയ ബനാന മാംഗോ ഒക്കെ കായ് പിടിച്ചിരിക്കുന്നത്. ബനാന ഇതും ബനാന തന്നെയാണ്. സോറി, ഇത് കുളമ്പ്. ഇപ്പം നമ്മൾ തൊട്ടത് ബനാന, ഇത് ബനാന, ഇത് കുളമ്പ്. അത് പിന്നെ പ്രിയൂർ പൂട്ടത്, പ്രിയൂർ. പിന്നെ ബനാനതാ വലിയ മാങ്ങ ആയി വന്നി കേട്ടോ, കൊഞ്ഞടിയോ മാങ്ങ ഒക്കെ. ചെറുതല്ലേ ബനാന. ഇങ്ങനെ എന്താ വെച്ചാൽ ഒന്ന് നമ്മൾ അങ്ങോട്ട് കൂടി സ്ഥലം ഇങ്ങനെ മാറ്റുമ്പോഴേ അതിൽ അടുത്ത വർഷം നിലത്തേക്ക് വെച്ചാൽ അടുത്ത വർഷം കൊണ്ട് ഉഷാറാവും. ഇതൊക്കെ നല്ല ഏജുള്ള പ്ലാന്റ് ഉണ്ട്. ഇതൊക്കെ 1500 വരും ബനാന ഐറ്റംസ്. പിന്നെ നമ്മളെ മരമുന്തിരി ഇതാ ഒക്കെ നല്ല നല്ല ഫ്ലവറുള്ള നല്ല റെഡ് ഹൈബ്രിഡ്. ഇത് കുറച്ച് വില ഉണ്ട് ശരിക്ക്. മറ്റേ നമുക്ക് നിന്ന കായൽ തന്നെ 5 രൂപയ്ക്ക് നല്ല വലുതുണ്ട് കായലില്. അതിലേറൊക്കെ ഉണ്ട് അതിന് വില. നല്ല വലിപ്പം വരും. റെഡ് ഹൈബ്രിഡ് എന്താ വെച്ചാൽ എല്ലാ ടൈമും ഉണ്ടാവും. സബാറിലേറെ സബാറ ചെറിയ കുരുവാണ്. നല്ല ടേസ്റ്റ് വേണം. ഒന്നുകൂടെ തന്നെ എങ്ങനെയാണെന്ന് പറ. ആണ് മരമുന്തിരി. തിന്ന് കഴിച്ചു നോക്കിയേ. അങ്ങനെയുണ്ട്. മുന്തിരി തന്നെ അല്ലേ? നല്ല പാകമായിട്ടുണ്ടാണ് ആ മധുരം. ഇത് പറിക്കാനൊക്കെ കുറേ അടുത്തേക്ക് ഇഷ്ടംപോലെ തയ്യലുണ്ട് ഇവിടെ. ഇതാണ് നമ്മളെ സബാറ. 2000 രൂപ ഉള്ളൂ ഈ ഓഫറിൽ, വലിയൊരു ഓഫറിൽ കൊടുക്കണം സബാറകള്. എത്ര നാളെത്തി തയ്യത്? ഇത് 6 വർഷം കഴിഞ്ഞാണ്. അപ്പൊ ഇപ്പൊ കഴിക്കുമല്ലോ. പിന്നെ നമ്മളെ റെഡ് ഹൈബ്രിഡ് ഒക്കെ 5 രൂപയ്ക്ക് അല്ലല്ല കായലുണ്ട്. 5000 രൂപ. ഈ ചെറിയ സ്കാർലൈറ്റ് ഉണ്ട്, അത് 100 രൂപ ഉള്ളൂ. സ്കാർലൈറ്റ് റെഡ് ഹൈബ്രിഡ് പിന്നെ 200 ഉണ്ട്. വലുപ്പത്തിന് സാധനം ഉണ്ട്. പിന്നെ ഇത് നമ്മളെ ബ്ലൂ ജാവട്ടാ. കഴിഞ്ഞ വീഡിയോ ബ്ലൂ ജാവ നമ്മളിപ്പോ എന്താ വെച്ചാൽ കഴിച്ചു നോക്കുമ്പോ ഐസ്ക്രീമിന്റെ ടേസ്റ്റ് നമുക്ക് തോന്നുന്നില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടും. ബ്ലൂ ജാവ നമ്മൾ കൊല വെട്ടി നോക്കുമ്പോഴേ കൊല വെട്ടി ഒറ്റ ദിവസം പോത്തൊക്കെ ചെയ്ത് ഫുള്ള് കളറായി. പക്ഷെ കളർ നീല കളറൊന്നും ആവണില്ല, ചെറിയൊരു നിലപ്പുള്ളൂ, ചെറിയ നീലമുള്ളൂ. ഇവിടെ കൊല ഉണ്ടോ? കൊല ഉണ്ട്, നമുക്ക് വേണം കാണിക്കാം. ചിലവൊക്കെ കഴിച്ചവർക്ക് ചിലവൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണ്. പക്ഷെ നമുക്ക് വെരിക്കേണ്ട അത്ര ടേസ്റ്റ് ഒന്നും തോന്നുന്നില്ല. ഇത് തൈ ഇപ്പൊ കൊടുക്കണ്ട. നമ്മള് വാങ്ങുമ്പോ 2000 തൈ നമ്മൾ 1000 ആക്കിയിട്ടുണ്ട്. 1000 ആക്കി തൈ അത്യാവശ്യം വലിപ്പമുള്ള തയ്യണം. നല്ല തയ്യുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഈ കൂട്ടം ഒന്നായി പറിക്കും. തൈ നമ്മളൊന്ന് കാണിക്കതാ. ഈ കൂട്ടപ്പോ ഫുള്ള് നമ്മളൊന്ന് പറിക്കും. അപ്പൊ ഇങ്ങനത്തെ കന്നുകളൊക്കെ വേണ്ട കൊടുക്കതാ. നല്ല കന്നുകൾ കണ്ടില്ല, അത്രയും വലിപ്പമുണ്ട്. അതിന്റെ ചെറുതുണ്ടെങ്കിൽ ചെറുതായി കൊടുക്കാം. 1000 രൂപ കിട്ടിയാൽ മതി.
അപ്പോൾ ഇതാണ് ബ്ലൂ ജാവ. കഴിഞ്ഞ പ്രാവശ്യം കൊല ഇത് വരുന്നുണ്ടായിരുന്നുള്ളൂ, കൊല ആയിരുന്നില്ല. ഈ ഇരിക്കണൊക്കെ എന്താ പുലാസാനാണോ? ആ പുലാസാനല്ല ഫ്ലവർ ചെയ്ത് 2500 ഫ്ലവർ ചെയ്തത്. ആ ഫ്ലവർ ചെയ്ത് പിന്നെ ഇതാ 1200 ഇതാ കണ്ടില്ലേ പുലാസം തന്നെ. ആ പുലാസാന് കായ വെക്കണതാ ഫ്ലവറായി കായ 1200 അപ്രോച്ചാണ്. ഇത് ബെഡാണ്. പിന്നെ നല്ല സീ ട്യൂബ് കണ്ടില്ലേ, നല്ല സൂപ്പർ സീ ട്യൂബ് 1200 ഉള്ളൂ. നല്ല ഐശ്വര്യ കേട്ടോ, ഇത് ഐശ്വര്യ ഉമർലൂബി എന്ന് പറഞ്ഞ സാധനം. നല്ല വലിയ കായുള്ള മുള്ളുണ്ട് അതിന് ചെറുതായിട്ട്. അതാ അത് മുള്ളുള്ള ഇതിമല ബെഡ് ചെയ്ത് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് കണ്ടില്ല, ഗ്രാഫ്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. മുള്ളു ലൂബിമലാണ് ചെയ്തേക്കണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് പുലാസാൻ സീറ്റ് ലൂബ്, ഇതൊക്കെ സീറ്റ് ലൂബിയാണ്. പുലാസാനും ഇത് ഇവിടെ നല്ല 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 ഇതുണ്ട് കേട്ടോ ഫുള്ള്. ഇതൊക്കെ 2500 ചിലത് 2500 ഫ്ലവർ ഉണ്ട് കേട്ടോ. കായലൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ കായ ആയതൊക്കെ ഉണ്ടായിരുന്നു 2500. ഇത് അത്തിയല്ലേ? അത്തി ഏതത്? അത് നമ്മളെ അറേബ്യൻ. ഓക്കെ. ഇത് ശർക്കരപ്പഴം. ഒലസോപ്പ. ഒലസോപ്പൊക്കെ 150 രൂപ നല്ല തൈ കിട്ടാ. 150 രൂപയ്ക്ക്. അത് ഒലസോപ്പ? ഒലസോപ്പ. ഓക്കെ. 150 രൂപ. പിന്നെ ഇത് മിറാക്കിള് 50-ന്റെ 100-ന്റെ ഒക്കെ. മാവിൻ്റെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഒക്കെ വലിയ വലിയ തൈകളുണ്ട്. ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ മാവുകൾ നമ്മളിപ്പോൾ ഇങ്ങനെ ബ്രൂണേ കിങ്, കിങ് ഓഫ് ചക്കപ്പത്ത്, ചില്ലി മാംഗോ, അങ്ങനെ ഐറ്റംസ് ഫുള്ളുണ്ട്. 4 kg നാംഡോക്കി പർപ്പിള് 100 വെറൈറ്റി മാവുണ്ട് അമ്മയത്ത്. പിന്നെ ലോങ്കലിൽ ഇങ്ങനെ വന്നാൽ 4 സീസണ് എഡോസ്റ്റാറൊക്കെ അല്ലല്ല. എഡോസ്റ്റാറൊക്കെ നമ്മൾ വ്യവസായാടിസ്ഥാനത്തിൽ വെക്കാൻ പറ്റിയ നല്ല പ്ലാന്റ് ആണ്. കാരണം വെയിലും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എഡോസ്റ്റാറൊക്കെ നല്ലൊരു സാധനമാണ്. ഇതൊക്കെ ലോങ്ങൻ ഉണ്ട്. റൂബി, ഡയമണ്ട് റിവർ ഉണ്ട്, വൈറ്റ് ലോങ്ങൻ ഉണ്ട്. ഇതായിരുന്നു നോക്കിയിട്ടുണ്ടോ എഡോസ്റ്റാറിന്റെ പോലത്തെ ഇതാണ്ടോ. എന്താ കെട്ടിയൊക്കെ ക്യാൻസൽ ആൾക്കാർ വരുന്ന പോലെ ഫുള്ളേയും ഈ പച്ച അറുത്ത് നാസാക്കിയിട്ട് ഇപ്പൊ താൽക്കാലം കെട്ടിട്ടാണ്. കാരണം അത് ഇതിമ്മ കുറേ ഇന്നലെ വന്നോലൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട്, കാരണം മൂപ്പാകാനുള്ള ഇതായിട്ടില്ല. ഇത് ഏതാ വെറൈറ്റി? ഇതാണ് എഡോസ്റ്റാർ. നല്ല വലുപ്പമുള്ള ഇതാണ്. കൊല വലുപ്പം കണ്ടില്ലേ? 1 കിലോ പോലെ ഉണ്ടാവും ഈ സാധനം. ഒരു കൊല തന്നെ ഉണ്ടോ? നല്ല വലിപ്പമുണ്ട്. നല്ല അപ്പൊ ഇതിന്റെ ഇപ്പൊ നമ്മൾ തോട്ടം സെറ്റ് ആക്കണ സുഖമാണ്. 500 രൂപ ഉള്ളൂ ചെറിയ തൈ. 1 വർഷം കഴിഞ്ഞാൽ കായ്ക്കും ചെയ്യും. മാർക്കറ്റിൽ നല്ല വില ഉണ്ടല്ലോ. അതെ അതെ. ഈ ഇരിക്കണത് മൊത്തം ഇതുണ്ടോ? ലോങ്ങൻ്റെ ലോങ്ങൊക്കെ ലോങ്ങിൽ നമ്മളൊക്കെ 30 വെറൈറ്റി ഉണ്ട്. പൂട്ടുള്ളത് ഇതേതത്? പൂട്ടിക്കണത് എഡോസ്റ്റാറ്. എഡോസ്റ്റാറാണ്. വൈറ്റ് ഉണ്ട്, വൈറ്റ് പൂത്തുണ്ട്, നല്ല ഉണ്ട്. ഇത് റൂബി. അതേതത്? ഇത് നമ്മളെ വൈറ്റും റൂബിയും കൂടി ഉള്ള മൾട്ടിയാണ്. മൾട്ടി ക്രാഫ്റ്റ് ചെയ്തത്. പിന്നെ ബ്ലാക്ക് ലീഫൊക്കെ കായപിടുത്തം തുടങ്ങിയിരിക്കണ്. ഒന്നുകൂടി കഴിഞ്ഞാൽ നമുക്ക് അതിന് ബ്ലാക്ക് ലീഫിൻ്റെ ഒക്കെ ഒന്ന് കാട്ടാണ്ട്. പിന്നെ 4 സീസണിൻ്റെ പ്രത്യേകത ഇതാണ്. ഓരോ ഭാഗം സീസൺ ഉണ്ടാകുമ്പോഴത്തേന് അടുത്ത പിന്നെ ഫുള്ള് ഫ്ലവറായി സാധനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. 4 സീസൺ അങ്ങനെയാണ്. പിന്നെയും ഫ്ലവറായി ഉണ്ടോ. കായ ഇവിടെ ഉണ്ട്, അതിനായിട്ട് ഇപ്പം മേലെ ഫ്ലവർ ഇതാ. അങ്ങനെ എല്ലാ ടൈമും ഇത് ഫ്ലവർ ഉണ്ടല്ലേ മേലക്കായി. പിന്നെ ഇപ്പോൾ ലോങ്ങലിൽ പുതിയൊരു വെറൈറ്റിയാണ് നമ്മളിത്. ഇതാ ലീഫിങ് ലോങ്ങൻ. ലീഫ് തന്നെ ഒരു പ്രത്യേക സീഡ്ലെസ് ആണേനും കുരുണ്ടാവില്ല. കുരുല്ലാത്ത ലോങ്ങനാ. റിസൾട്ട് ആവണുള്ളൂ. നമ്മളെ മറ്റേ അതിന് മുന്നത്തെ സീഡ്ലെസ് ആകുമ്പോഴത്തെ റിസൾട്ട് ആയിട്ടോ. ഇത് കൊടുക്കാനുള്ള അത് കൊടുക്കാനുള്ള അതിന് തൈയുണ്ട്. ചെറിയ തൈകളുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിനെല്ലാവരും മുന്നത്തെ നമ്മൾ ഫസ്റ്റ് ഇതിൽ ഇറക്കി സീഡ്ലെസ് ലോങ്ങൻ കായ ആയിട്ടുണ്ട്. സ്റ്റാർ ഫ്രൂട്ട് പൂത്ത തൈകൾ, വലിയ തൈകൾ. പിന്നെ ഇതൊക്കെ മാവിൻ്റെ കേട്ടോ. മാവുകൾ നമ്മളൊക്കെ എല്ലാ വെറൈറ്റിയും ഇപ്പോൾ കംപ്ലീറ്റ് പൂത്തൊക്കെ ഉണ്ടല്ലോ. അതെ അതെ. പൂത്ത മാവുകൾ ഇതൊക്കെ ബനാന, നാംഡോക്കി, കിങ് ഓഫ് ചക്കാപത്ത്. ഇത് ബേറാപ്പിൾ. ഇത് ഗ്രീൻ അല്ലേ? ബേറാപ്പിൾ ഗ്രീൻ വലുപ്പമുള്ളത്. മറ്റേ സാധാ. ശരി. 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട്. ഇതാ കുറച്ച് വലുപ്പമുള്ളത്. മറ്റേ സാധാ നമ്മളെ ഗ്രീന്. പിന്നെ നമ്മളിങ്ങനെ നഴ്സറി ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ വലുതാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ട് കിട്ടിയ സ്ഥലം മുഴുവൻ നഴ്സറി ഫുള്ള് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതെന്താ അബിയോ അല്ലേ? അത് അബിയൊക്കെ നല്ല സൈസ് നമ്മളവിടെ മുന്നിൽ കണ്ടില്ല. 1000 രൂപ സാധനം ഉണ്ട്. നല്ല ടൈപ്പ്. പിന്നെ ഈ മാവുകളത് ഇത് നമ്മൾ ഇതാണ് സുവർണരേഖ. സുവർണരേഖ അതേമാതിരി ഹിമാപസന്തൊക്കെ 200-ന്റെ വലിയ ഇത്രയും വലിയ തൈയൊക്കെ 200-150 രൂപ ഉള്ളൂ കേട്ടോ. സുവർണരേഖ ഐറ്റംസ്, ഹിമാപസന്ത്, ബംഗനാപ്പള്ളി ഐറ്റംസൊക്കെ. പിന്നെ ഇങ്ങനെ ഇപ്പം നമ്മളെന്നാൽ ഈ ഏരിയയിൽ മാമി ഫ്ലവറാണ്. ഫ്ലവർ തള്ളുന്നുള്ളൂ. ഒന്നൊരു വലുപ്പമാകാണ്ട്. ഒരു 8 വർഷമായ പ്ലാന്റ് ആണിത്. പൂക്കാനും കായ്ക്കാനും പഴുക്കാനും സമയം എടുക്കൂലേ? അതെ, ടൈം ആവും.
ഇവിടെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തല്ലേ? അവിടെ ഇങ്ങനെ നമ്മൾ നീട്ടി ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ട് ആ ഏരിയക്ക് ഇങ്ങനെ ഇനി സാധനം ഒന്നും കൂടി ഇതിൻ്റെ അകത്തിരിക്കുന്നത് ഇത് ഫുള്ള് നമ്മൾ ബനാന നാംഡോക്കി കാട്ടിമൂണ് എല്ലാം ഉണ്ട് ഒക്കെ ഇങ്ങനെ സെറ്റാക്കി വരുന്നുള്ളൂ. നമ്മൾ ഇവിടെ ഇനി ഇതും കൂടി റെഡി ആയാലും നമുക്ക് സാധനം ഒന്നും കൂടി ഒന്ന് ഇറക്കി ഒന്ന് ഓഫറൊക്കെ ഒന്ന് ക്ലിയർ ആക്കാണ്ട്. ഇതാണ് ചൈനീസ് വേപ്പ് അല്ല, ഇത് ഹൈബ്രിഡാണ്. ഹൈബ്രിഡിൽ നല്ലൊരു വെറൈറ്റിയാണ് ഇത്. നല്ല സ്മെല്ലാണിത്. 100 റുപ്യ. നമ്മൾ സാധാ നമ്മളവിടെ 50 റുപ്യ 100 റുപ്യ 3 ഉണ്ട്. ഇത് നല്ല സ്മെല്ലാണ്, പ്രത്യേക സ്മെല്ല്. നല്ല ചൈനീസ് വേപ്പ് ഉണ്ട്. ഇതേ വലുപ്പം വരുമ്പോൾ 200 വരും. ഇനി ഇവിടെ അങ്ങോട്ടുണ്ടോ? അങ്ങോട്ടൊക്കെ നമ്മൾ സെറ്റാക്കി നമ്മൾ ജപ്പാൻ പേരൊക്കെ നമ്മൾ നിലത്ത് വെച്ചത് ഇവിടെയാണ്. ഇവിടെ കായ്ച്ച ജപ്പാൻ പേര റെഡും വൈറ്റും ഒക്കെ കായായിട്ടുണ്ട്. ഗോൾഡൻ ആയിട്ട് അങ്ങനെ സെറ്റാക്കി ഇങ്ങനെ വരുന്നുള്ളൂ. ഇറങ്ങി പോകാലോ. നമ്മളെ അബി ഇപ്പോഴും കായാണ്. അബിയൊക്കെ എല്ലായിടത്തും പഴം കഴിഞ്ഞു. നമ്മളിതാ പിന്നെ ഇതപ്പോൾ ഫുള്ള് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം കാട്ടിനെ ഫുള്ള് ഇപ്പം ഇപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തുമേ അബി സീസൺ കഴിഞ്ഞു തുടങ്ങി. ഏത് നമ്മളതൊക്കെ എപ്പോഴും ഇതുണ്ടല്ലേ ഈ മരത്തുമേ എല്ലാ ടൈമുള്ള ഉണ്ടാ ഇതിമലൊക്കെ കണ്ടില്ലേ? ഇപ്പം അതാ ഫുള്ള് കായ എല്ലാം മധുരമായിട്ട് ഇത് ഇതുണ്ട്. ജയന്റ് ഇവിടെ ഒക്കെ എല്ലാ സൈഡും കായാണ്. ഇത്രേ പഴം നമ്മളിപ്പോൾ ഇതിമ അറുത്തതാണ്. നമ്മളെ ഫസ്റ്റ് അബിയൂസ് ഇതിൽ കാട്ടിക്കാണ്ട് അറുത്തിൻ്റെ. അപ്പോൾ പിന്നെ അതേമാതിരി അതിന് ഇപ്പോഴാണ് അങ്ങനെ നമ്മൾ തോട്ടം ഇങ്ങനെ നിങ്ങൾ സെറ്റാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. റെയിൻ ഫോറസ്റ്റ് പ്ലം ഫ്ലവർ കായ ഉണ്ടായിരുന്നു. നന്നായിട്ട് കായ പിടിക്കൂല. തൈകളുണ്ട്. റെയിൻ ഫോറസ്റ്റ് ഒന്നും വലിയൊരു ഇതില്ല, ടേസ്റ്റ് ഇല്ല, പോരാ സാധനേ. നമ്മളെ ലോങ്ങിൻ്റെ മറ്റേ നമ്മൾ അബിയും ആ ടേസ്റ്റ് ഒന്നും അതൊന്നുമില്ല. ഇവിടെ മുഴുവൻ മാവുകളല്ലേ? ഇവിടെ ഒക്കെ ഫുള്ള് മാവ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നുള്ളൂ. മാവ് ഐറ്റംസ്. പിന്നെ ജപ്പാൻ പേര വൈറ്റാണിത്. താഴെ അതിൻ്റെ താഴെ റെഡ്. അങ്ങനെ ഇവിടെ മാവിൻ്റെ വെറൈറ്റീസ്. മാവിൽ നമ്മളിത് ഇത് 4 kg ആണ്. ഇതൊക്കെ 4 kg ലീഫ്. ഇതൊക്കെ 4 kg. ആ സ്ഥാനത്ത് ഇത് നമ്മളെ നാംഡോക്കിയാണ്, മിയാസാക്കി എന്ന് വെച്ചാൽ എല്ലാം കൂടി മിക്സ് ആക്കി വെച്ചേക്കാണ് ഇവിടെ. സെറ്റ് ആക്കി കൊണ്ടുവരാം. മൾബറി പാകിസ്ഥാന് ലോങ് മൾബറി. അങ്ങനെ ഐറ്റംസ് ഇങ്ങനെ റെഡി ഒന്നുകൂടി റെഡി ആക്കി കൊണ്ടുവരാണ്ട്. ഒന്നുകൂടി ഇങ്ങനെ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങാണ്ട് ഇങ്ങനെ പോയി ഒന്നുകൂടി ഉഷാറാക്കാണ്ട്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഈ തിങ്കളാഴ്ച നമ്മള് സാധാ കരിമ്പ് അത് നമ്മളെ ചെങ്കരിമ്പ് എന്ന വെറൈറ്റിയാണ്. അപ്പോഴത്തെ റെയിൻബോ റെയിൻബോ ഒക്കെ തല വലുത് വേണേ അവിടെ മേലുണ്ട് നമുക്ക്. ഇതുകൊണ്ട് നമ്മളിപ്പോ ബ്ലൂ ജാവ് ഒന്ന് അവിടെ നിലത്ത് നിന്ന് പറിച്ച് വെച്ചാണ് ഇപ്പോ ആ മേലിന്ന് നമ്മൾ തിന്നതിന് മുന്നേ പറിച്ച് വെച്ചാണ്. തിന്നു നോക്കുമ്പോ ഇപ്പൊ അത് വെക്കാന്ന് ഇൻട്രസ്റ്റ് തോന്നുന്നില്ല ചേട്ടാ. അതിനായിട്ടുള്ള മെച്ചമൊന്നുമില്ല. പക്ഷെ അതെ അതിന്റെ ഒരു ഭംഗിയാണത്. ആ ഭംഗി നല്ല ഷോ ഉണ്ട്. അതെ ഇത് കുറേ സ്റ്റെപ്പ് ആയിട്ട് ആദ്യം വരുമ്പോൾ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ 3-4 സ്റ്റെപ്പ് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഇങ്ങനെ നമുക്ക് ഇതിങ്ങനെ സെറ്റാക്കി പോകണം. സെറ്റാക്കി തുടങ്ങിയിട്ടില്ല. ഇതിന് സെറ്റാക്കി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇറങ്ങാണ്ട് സെറ്റാകാം. ഈ ഓറഞ്ചാണ് നമ്മളെ ഒലോസോപ്പോ ഏതാ ഇത് നമ്മളെ ഇതുണ്ടായില്ല നമ്മളെ പറയാ ഇന്ത്യ മുസംബിയും വിയറ്റ്നാം മുസംബിയാണ്. നമ്മൾ ഒലോസോപ്പാണിത്. ഒലോസോപ്പ് ഫ്ലവറാണ്. ഇവിടെയൊക്കെ ഫ്ലവർ കായായിട്ടുണ്ട്. ഇതാ ഒലോസോപ്പ് ഓൾ സീസൺ ആട്ടാ. നല്ലൊരു വലിയൊരു ശല്യവും ഇല്ല. എന്നൊരു ചെടിയായിട്ട് ഉപയോഗിക്കും. ചില ബുഷായിട്ട് നല്ല വളർത്താൻ പറ്റിയ 100-150 റുപ്യ തൈ വെച്ചാലും മതി. അപ്പോൾ ഇതിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ ഉണ്ട് ഒരു ഭാഗം അല്ലേ? മട്ടോവൊക്കെ ഉണ്ടല്ലോ കുറേ. മട്ടോവ അല്ല സോഫ്റ്റ്. മട്ടോവയിൽ നമുക്ക് കുറച്ചുകൂടി നല്ല നമ്മൾ ജയന്റ് പർപ്പിൾ ആട്ടോ. ജയന്റ് പർപ്പിൾ സോഫ്റ്റ് സ്കിന്ന് വിലയാണ്. ഇതിൽ കുറേ ചെറിയ മാവിൻ്റെ തൈകൾ 100 രൂപ. 100 റുപ്യ തൈകൾ 100 റുപ്യ. മറ്റേ മല്ലിക, ഹിമാ പസന്ത്, അങ്ങനത്തെ ബംഗനാപ്പള്ളി ഇതൊക്കെ ചെറുനാര ഐറ്റംസ്. പിന്നെ നമ്മളെ റെഡ് ഐവറി, അരിനെല്ലി ഉണ്ടല്ലേ? അരിനെല്ലൊക്കെ ഹൈബ്രിഡ് അരിനെല്ലിയാണത്. 50 രൂപ 50 റുപ്യ ഉള്ളൂ അരിനെല്ലി ഹൈബ്രിഡ്. പിന്നെ നമ്മൾ ചാക്കിലൊക്കെ പൂളങ്ങനെ വെച്ചാണ്. അതെന്ത് സാധനം? കമ്പ് കൊള്ളി നമ്മളതിൽ സുന്ദരി എന്ന് വെച്ചതാണ് അത്. നിങ്ങളൊരു സുമോ കപ്പ് ഉണ്ട്. കൊടുക്കാണ്ടോ? സുമുണ്ട്. സുമോ കമ്പുണ്ട് 50 റുപ്യ. ബുഷ് ഓറഞ്ച് ഇതാ 150 റുപ്യക്ക് നല്ല ബുഷായ കായൊക്കെ ഉള്ള നല്ല തൈ കേട്ടോ. അരച്ച് ബുഷ് നല്ല കായായ വെള്ളം കിടക്കാനേ പറ്റുള്ളൂ. 150 റുപ്യ. പിന്നെ ഉമ്മർച്ചാമ്പ വലുത് കായ ഉണ്ട്. അതിൻ്റെ ആണ് അത്. ഉമ്മർച്ചാമ്പ അതിൻ്റെ ചെറുത് വേണ്ടൊക്കെ ചെറുതുണ്ട്. ഈ പപ്പായ ഇരിക്കുന്നത്
ഏത് ഇത് 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 ഇത്. അത് നമ്മളെ റെഡ് ലേഡി കുള്ളം പപ്പായ ആ ആ റെഡ് ലേഡി. പിന്നെ നമ്മളതാ എഡോസ്റ്റാർ വലുതാ ലോങ് അല്ലേ. അതൊക്കെ ഫ്ലവറാണ്. എഡോസ്റ്റാർ വലിയ വലിയ പ്ലാന്റുകളൊക്കെ വേണമെങ്കിൽ എഡോസ്റ്റാർ ഇതുപോലെ ഡ്രമ്മിൽ ഒരു സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് നമ്മൾ ഡ്രം വേണമെങ്കിൽ അങ്ങനെ ഉണ്ട്. ഇങ്ങനെ ഇത് വേണ്ടെങ്കിൽ റിങ് വേണ്ടെങ്കിൽ 425, റിങ് ഇടുമ്പോൾ 800. ഇതൊക്കെ വലിയ ചെടികൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. നമ്മളെ വരതാണ് ഇഞ്ചിയാണ് വരത. അപ്പം നമ്മൾ എന്താ ഇപ്പം ഈ സാധനമൊക്കെ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ പൊട്ടി 3 കഷ്ണാക്കിയാൽ ഇതാ ഈ ലെവലിൽ നടുമ്പോൾ നമ്മൾ ഈ ലെവലിൽ വെക്കണം കേട്ടോ. ഇത്രയും വലുപ്പമാണ്. 70 ഗ്രാം 100 ഗ്രാമോളൊക്കെ ഉണ്ടാവും വലുപ്പം ഉണ്ടായാലും ഉസാറായി. ഇതൊന്നും എന്ത് ചെയ്യുക, നമ്മൾ സാഫ് അല്ലെങ്കിൽ സൂഡോമോണസ് ഒന്നിലും മുക്കുക. മുക്കി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഗ്രോ ബാഗിൽ എടുക്കുക അല്ലെങ്കിൽ ചട്ടിയിൽ വെക്കുക. ഇത് നമ്മളിപ്പോൾ ഈ നടുണ്ട 20 അറ്റി സാധനം ഉണ്ടാവും. നാടൻ ഇഞ്ചി ലെയർ അപേക്ഷിച്ച് 20 മേനി സാധനം വിളവ് കിട്ടും. നാടൻ ഇഞ്ചി ഇപ്പോൾ എന്താ വെച്ചാൽ ഇത്ര വെച്ചാൽ ഒരു ഏറിയ 4 അറ്റിയിൽ 5 അറ്റി സാധനം കിട്ടുള്ളൂ. ഇത് 20 അറ്റി സാധനം ഉണ്ടാവും. അതാണ് വരത. 140 രൂപ കിലോ. കൊറിയർ ആയിട്ടും ഉണ്ട്. എത്ര വേണമെങ്കിലും സാധനം കിട്ടോ. 100 200 നമുക്ക് എത്ര വേണമെങ്കിലും സാധനം വേണമെങ്കിൽ തരാണ്ട് കിലോ. ചട്ടിയിൽ നമുക്ക് നമ്മളിതാ നല്ല സൈസ് നമ്മൾ ഈ ആയിട്ടൊക്കെ 8 ഇഞ്ചൊക്കെ 6 100 വരുള്ളൂ. 8 ഇഞ്ച് പ്ലാന്റ് വെക്കാൻ പറ്റിയ വലിയ അട്ടി ഉണ്ടോ? വലുതുണ്ട്. ഇത് നമ്മൾ 10 മുല്ല ഈ ബോഗൻവില്ല അങ്ങനത്തെ വെക്കാൻ പറ്റിയ ഇതാണ്. അതിന് നേരെ വലുത് നമ്മൾ ഇതാ വരിക 5 150 10 ഇഞ്ച്. പിന്നെ 10 ഇഞ്ച് കഴിഞ്ഞാൽ അതിന്റെ നേരെ വലുത് 100ൻ്റെ ഇതാ. ഇത് കുറച്ച് ഇതിൽ നമ്മൾ ബേറാപ്പിള് മരമുന്തിരി അങ്ങനത്തെ വെക്കാം. പിന്നെ നമ്മൾ അതിന്റെ നേരെ വലുത് 150 150ൻ്റെ ഇതേമാതിരി നമുക്ക് ലോങ്ങിന് അങ്ങനത്തെ ഒരുവിധം തൈകളൊക്കെ വെക്കാൻ പറ്റിയ 150 അറിയുണ്ട്. പിന്നെ അതിന്റെ വലുത് 250 18 ഇഞ്ച്. 18 ഇഞ്ച് കഴിഞ്ഞാൽ പിന്നെ 20 ഇഞ്ച്. 20 ഇഞ്ച് നല്ല നല്ല സൈസ് ഉണ്ട്. നല്ല വലിയ മരങ്ങളല്ലേ. ഇതിലൊക്കെ നല്ല ഹെവി ഉണ്ട്. നല്ല വെയിറ്റ് ഉള്ള നല്ല സാധനം വെക്കാൻ പറ്റിയൊക്കെ ഉണ്ട്. ഇതൊക്കെ 350 300 റേഞ്ച് വരുന്നുണ്ട്. 250 അങ്ങനെ റേറ്റ് അനുസരിച്ച് സാധനം ഇങ്ങനെ വലുതും വലുതും ചെറുതൊക്കെ ഉണ്ട്. അതേമാതിരി ഗ്രോ ബാഗുകൾ. അതേമാതിരി നമുക്ക് ഇതാണ് നമ്മൾ ഈ പുല്ല് പൊന്താതെക്കാൻ നമ്മൾ ഷീറ്റ്. ഇത് നമ്മളെന്താ വെച്ചാൽ നമ്മളിത് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരണം. നമ്മളെ സാധാ നമ്മളെ തൃശ്ശൂരത്തല്ല കേട്ടോ. തൃശ്ശൂരത്ത് എന്താ വെച്ചാൽ നമ്മൾ ഒരു മീറ്ററിന് 650. അതായത് റൂളിന് 4,300 വരും തൃശ്ശൂരത്താകുമ്പോൾ. ഇതാകുമ്പോൾ 5 ഉറുപ്പ്യ വരും. പക്ഷെ 5 ഉറുപ്പ്യ വന്നാലും ഇത് നല്ല നമ്മളിപ്പോൾ വിരിച്ചു നോക്കിയാൽ നല്ല ഇതാണ് വരുന്നത്. റൂളിന് 5 ഉറുപ്പ്യ മറ്റേ മീറ്ററിനാകുമ്പോൾ 55 ഉറുപ്പ്യ വരും. അതായത് 100 മീറ്റർ റൂൾ ഉണ്ടാവുക. 2 മീറ്റർ വീതി ഉണ്ടാവും. അതിനാണ് 5000 ഉറുപ്പ്യ. ഇതെന്താ അത് നമ്മള് വളങ്ങള്? അത് വളം നമ്മൾ ചെയ്തിച്ചോറ് സൂപ്പർ മീൽ അങ്ങനെ വളങ്ങള് എല്ലാ വളങ്ങളും ഉണ്ട്. മറ്റേ ഇതൊക്കെ NPK ഇല്ല. വള്ളിക്കുരുകൾക്ക് നമ്മളെ കരിമുണ്ട പന്നീരൊക്കെ ഉണ്ട്. 3 100 90. ഇതില് മാവ് നമ്മൾ ഇത് വലുത് നമ്മൾക്ക് ഇത് ഗോലക്കാണ്. ഇപ്പുറത്ത് നമ്മളെ ബനാന ഫ്ലവർ ആയിട്ടില്ല. പിന്നെ നമ്മൾ ഇന്ത്യൻ മുസമ്പി 2-3 പീസും കൂടെ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതാണ് നമ്മൾ തായ് ജംബോ ഇത് സപ്പോട്ട 400 ഗ്രാം 350 ഗ്രാം വലുപ്പം വരുന്നേ. പിന്നെ ഇത് ചക്കാപ്പാത്ത്, കിങ് ഓഫ് ചക്കാപ്പാത്ത്. പിന്നെ നമ്മളെ മല്ലികയാണ് ഇപ്പോൾ ഇത്. മല്ലിയൊക്കെ മാങ്ങ വലിയ വലിയ മാങ്ങ അയക്കണം കേട്ടോ. ഇതിനുള്ളിലുണ്ട് വലിയ വലിയ മാങ്ങ അയക്കണം. ഒക്കെ കെട്ടി നോക്കട്ടെ. കേട് ഇല്ലാന്നോണല്ലേ മാങ്ങ? ഇല്ല, മല്ലിക പുശല്യല്ല. പുശല്യൊന്നും വരുന്നില്ല. അതുപോലെ ആവണുള്ളൂ. ആയി വരുന്നുള്ളൂ. പിന്നെ നമ്മളെ ഗോൾഡൻ മുസമ്പി, ഇന്ത്യൻ കാത്തുർഗോ, അങ്ങനെ വെറൈറ്റി. ബാരിവണ്ണ്. പിന്നെ നമ്മളെ മാൻഡ്രിൻ സീറ്റ് വിശ്വറഞ്ച് പറഞ്ഞ സാധനമാണ് അത്. പിന്നെ നമ്മളെ വലിയ സബാറൊക്കെ വേണ്ടിയിട്ട് കായുണ്ടായിട്ടാണ്. ഇതൊക്കെ വില ഉണ്ട് കേട്ടോ. 15 ഉറുപ്പ്യ ഉണ്ട്. കുറച്ച് വില ഉണ്ട്, കുറച്ച് വലുപ്പമുള്ളതാണ്. സാധാ നമുക്ക് 2 ഉറുപ്പ്യക്ക് നല്ല സബാറുണ്ട് വലുതവിടെ വേണ്ടവർക്ക്. ഇതാണ് നമ്മളെ ഡ്രമ്മിന്റെ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മള് ഫുള്ള് തണ്ടില്ലേ ഈ കനട്ട് നമ്മൾ ഇത്രയും സെൽഫ് സ്ക്രൂ ഒക്കെ വെച്ച് ഇങ്ങനെ തുളക്കെട്ട് പൊടിയൊക്കെ ഇട്ട് അങ്ങനെ സെറ്റപ്പിലാണ് വരിക. ഇത് ഇങ്ങനെ വരുമ്പോ നമ്മൾ 800 ഉറുപ്പ്യ വരും. ഇങ്ങനെ മണ്ണ് നിറച്ച് വീട്ടിലുണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. ഗാർഡൻ സെറ്റിങ്. പിന്നെ ഇത് ഡ്രമ്മിന്റെ ഇത് വേണ്ടെങ്കിൽ 425 വരുള്ളൂ. ജെ പൈപ്പ് റൗണ്ട് പൈപ്പ് പുറത്തം വേണ്ടെങ്കിൽ 425 ഉറുപ്പ്യ നമുക്ക് തീരും. ഇത് എല്ലാ ദിവസവും ഉണ്ടോ? സൺഡേ നമ്മൾ രാവിലെ 6 മണി ടു വൈകുന്നേരം 6 മണി വരെ എല്ലാ ദിവസവും ഓപ്പണാണ്. എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റും ഉണ്ട്. ഉണ്ട്. പിന്നെ നമ്മളിതാണ് നമ്മളെ ആളിന്റെ ഡെലിവറിയിൽ നമ്മൾ നോക്കുന്നുണ്ട്. അവർ റെഡി ആണുള്ളൂ. എന്നാലും നമ്മൾ ചെന്നൈ റൂട്ട് ഉണ്ട്. മാസത്തിൽ 2 പ്രാവശ്യം ചെന്നൈ ഉണ്ട്. ബാംഗ്ലൂര്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മൾ തിരുവനന്തപുരം 2 പ്രാവശ്യം ഉണ്ടാവും മാസത്തില്. കാസർഗോഡും 2 പ്രാവശ്യം ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ട ഇങ്ങനെ ബുക്ക് ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ നമ്മള്
എല്ലാം എടുക്കേണ്ട എങ്ങനെ വെച്ചാൽ ഒരു ബില്ല് എന്തെങ്കിലും സംഖ്യ അഡ്വാൻസ് അടക്കണം. നമ്മൾ മൊത്തം ബില്ലാക്കി 20,000 10,000 ഉണ്ടെങ്കിൽ ഒരു അഡ്വാൻസ് അടച്ചാൽ സാധനം മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. കാരണം അഡ്വാൻസ് നമ്മൾ എന്താ വെച്ചാൽ അഡ്വാൻസ് അടക്കാൻ എന്താ വെച്ചാൽ ഇവർ 20,000 ഓർഡർ ആക്കിയിട്ട് അഥവാ പിന്നെ ഫോൺ വിളിച്ചാൽ എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ സാധനം അവിടെ പോയി തിരുവനന്തപുരം പോയി റിട്ടേൺ വരുമ്പോഴത്തേന് നമ്മൾ ഇവിടെ പിന്നെ വിൽക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വിൽക്കണമെങ്കിൽ ഇപ്പോൾ ഈ സാധനമൊക്കെ തിരുവനന്തപുരം പോയി വരുമ്പോഴത്തേന് ഒന്നിന് ഇലൊക്കെ ഒന്ന് കൊഴിഞ്ഞാടി ഉണ്ടാവും. പിന്നെ ഇങ്ങോട്ട് വിൽക്കണമെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത മാസം വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതാൾക്കാരും ഒന്നെങ്കിൽ വണ്ടി ചാർജെങ്കിലും നമ്മൾ അഡ്വാൻസ് ആയിട്ട് അടക്കണം, എന്നാൽ അവരെ സാധനം നമ്മൾ വണ്ടിയിൽ വെക്കുകയുള്ളൂ. അപ്പോൾ ശരിയെന്നാ, ഓക്കെ ഓക്കെ.